രാജ്യത്ത് കോവിഡ് കേസുകളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നേരിയ വർധനവുണ്ടായതായി സൂചിപ്പിക്കുന്ന കണക്കുകൾ പുറത്ത്. മെയ് 12-നും മെയ് 19-നും ഇടയിൽ 164 പുതിയ അണുബാധകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് ഇന്ത്യയിൽ കോവിഡ് കേസുകളിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം പേർക്ക് രോഗബാധ ഉണ്ടായ സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കുകയാണ് സർക്കാർ. ഏറ്റവും പുതിയ കണക്കുകൾ കൂടി ചേർന്നതോടെ ആകെ സജീവമായ കേസുകളുടെ എണ്ണം 257 ഉയർന്നു. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും രോഗബാധയിൽ വർധനവ് കാണപ്പെടുന്നത്. രോഗബാധയിലെ പുതിയ പ്രവണത കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ കോവിഡ് വ്യാപന സാഹചര്യം വിലയിരുത്തുവാനും തൽസ്ഥിതി പരിശോധിക്കുവാനും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്, നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നിവയുമായി സഹകരിച്ച് അവലോകന യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരം. മിക്ക കോവിഡ് കേസുകളും നേരിയ തോതിലുള്ളതാണെന്നും അസാധാരണമായ ആശുപത്രിവാസങ്ങളോ മരണങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലും രോഗബാധയിൽ സമാനമായ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയിൽ സ്ഥിതി നിയന്ത്രണ വിധേയമായി തുടരുകയാണ്. 95 സജീവ കേസുകളുമായി കേരളമാണ് മുന്നിൽ. തൊട്ടു പിന്നാലെ തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുമുണ്ട്. മെയ് മാസത്തിൽ മുംബൈയിൽ മാത്രം 95 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇൻഫ്ലുവൻസ പോലുള്ള അസുഖമോ കടുത്ത ശ്വാസകോശ അണുബാധയോ ഉള്ള എല്ലാ രോഗികളെയും കുറഞ്ഞത് 16 രോഗികളെ മുംബൈയിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ പറയുമ്പോഴും മുംബൈയിലെ KEM ആശുപത്രിയിൽ 2 കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിച്ചത് പ്രാദേശികമായി വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. എന്നാൽ മെച്ചപ്പെട്ട നിരീക്ഷണം, നേരത്തെയുള്ള കണ്ടെത്തൽ, കൃത്യമായ പ്രതികരണ സംവിധാനങ്ങൾ എന്നിവ നിലവിലുള്ള സാഹചര്യത്തിൽ ആശങ്ക വേണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം സിംഗപ്പൂരിൽ ആഴ്ചതോറുമുള്ള കേസുകളിൽ 28% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹോങ്കോങ്ങിലാവട്ടെ 31 കോവിഡ് സംബന്ധമായ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഈ സാഹചര്യത്തിൽ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാർ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കണമെന്നാണ് കേന്ദ്രം അഭ്യർത്ഥിച്ചിരിക്കുന്നത്.